ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ കണ്ടത് എങ്ങനെയാണ് ഗഡ്സും കാസ്കയും കൂടിയിട്ട് ഒരു ക്ലിഫിൽ നിന്ന് താഴോട്ട് വീണ ഒരു കേവിൽ ഒളിച്ചിരുന്നതും അവിടെ നിന്നുണ്ടായ സംഭവങ്ങളെല്ലാം. ആൻഡ് കാസ്കയുടെ പാസ്റ്റ് എല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് എന്തുകൊണ്ടാണ് കാസ്ക ഗ്രിഫിത്തിനെ ഇത്രയും പ്രയോറിറ്റൈസ് ചെയ്യുന്നതും ഗ്രിഫിത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ വേണ്ടി നടക്കുന്നതെന്നെല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നടക്കുന്ന കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. ബേഴ്സേക്കിന്റെ ബാക്കി പാർട്സ് എല്ലാം ഞാൻ പ്ലേലിസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് അവിടെ ചെക്ക്ഔട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ബേഴ്സക് ഫാൻസിനോട് ഞാൻ അത് നിർത്തൂല മക്കളെ, നിങ്ങൾ പേടിക്കേണ്ട, ഞാൻ അതെന്തായാലും കംപ്ലീറ്റ് ചെയ്യും. അതിന് എത്ര കാലെടുത്താലും വേണ്ടില്ല, ഞാനിത് കംപ്ലീറ്റ് ചെയ്യത്തേ ഉള്ളൂ. അപ്പൊ സമയം കളയാണ്ട് തുടങ്ങാം. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, കീപ് വാച്ചിങ്. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ കണ്ടത് എന്തുകൊണ്ടാണ് കാസ്ക ഇത്രയും ഗ്രിഫിത്തിനെ മതിക്കുന്നതാണ്. ആൻഡ് ഈ വീഡിയോയിൽ നമ്മൾ തുടങ്ങുന്നത് എന്തുകൊണ്ടാണ് കാസ്കക്ക് ഗഡ്സിനോട് ഇത്ര ദേഷ്യം. കാരണം കാസ്ക ജോയിൻ ചെയ്തതിന് ശേഷമായിരിക്കും വൈറ്റ് ഹോക്സ് എന്നുള്ള ആ ഒരു ഗ്രൂപ്പ്, മെർസണറി ഗ്രൂപ്പ് അവർ ഫോം ചെയ്യുന്നത്. അതുവരെ അവർ കട്ടിട്ടും മോഷ്ടിച്ചിട്ടൊക്കെ നടന്നായിരുന്നു. അതിനുശേഷം അവരൊരു വാർ ഗ്രൂപ്പ് ആയിട്ട് മാറും. ആൻഡ് ഈ വാർ ഗ്രൂപ്പ് ആയതിനു ശേഷമായിരിക്കും ഗ്രിഫിത്ത് ഗഡ്സിനെ കണ്ടുമുട്ടുക. ഗഡ്സിനെ കണ്ടുമുട്ടിയതിനു ശേഷം ഗ്രിഫിത്ത് തന്നെ ഗഡ്സിനോട് ചോദിക്കും, നീ എന്റെ ടീമിലോട്ട് ജോയിൻ ചെയ്യുമെന്ന്. ആൻഡ് ഇങ്ങനെ ആദ്യമായിട്ടായിരിക്കും ഗ്രിഫിത്ത് തന്നെ നേരിട്ട് ഒരാളെ പോയിട്ട് ഇൻവൈറ്റ് ചെയ്യുന്നത് ടീമിലോട്ട്. ആൻഡ് ഇങ്ങനെ ഗ്രിഫിത്ത് ഗഡ്സിനെ ഇൻവൈറ്റ് ചെയ്തത് കാസ്ക കണ്ടിട്ടുണ്ടാവും. ആദ്യമായിട്ടായിരിക്കും ഗ്രിഫിത്ത് ഒരാളുടെ ടാലന്റ് എല്ലാം കണ്ടിട്ട് ഒരാളെ ടീമിലോട്ട് ഇൻവൈറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇത് കാസ്ക കണ്ടിട്ടും ഉണ്ടാവും. ഈവൻ കാസ്ക പോലും കെഞ്ചിയിട്ടായിരിക്കും ഗ്രിഫിത്ത് അവളെ ടീമിലോട്ട് എടുത്തത്. ബട്ട് ഗഡ്സിനെ അങ്ങോട്ട് പോയി വിളിച്ചതുകൊണ്ട് തന്നെ ഗഡ്സിന്റെ അടുത്ത് ഇത്ര എന്താ സ്പെഷ്യാലിറ്റി എന്ന് ആലോചിച്ചുകൊണ്ട് അവൾക്ക് ഭയങ്കര ജലസി ഉണ്ടാവും ഗഡ്സിന്റെ അടുത്ത്. ആൻഡ് ഇതെല്ലാം ആ കേവിൽ വെച്ചിട്ട് കാസ്ക ഗഡ്സിനോട് പറയുന്നുണ്ട്, അത് ഇങ്ങനെ നിന്നെ അവൻ വിളിച്ചുകൊണ്ടാണ് എനിക്ക് നിന്നെ ഇഷ്ടമില്ലാത്ത, നിന്നോട് എനിക്ക് എപ്പോഴും ദേഷ്യം, നിനക്ക് മാത്രത്തെ സ്പെഷ്യാലിറ്റി എന്താ, ഇതെല്ലാം കാസ്ക ഗഡ്സിന്റെ അടുത്ത് ആ ഗുഹയിൽ ഇരുന്നിട്ട് പറയുന്നുണ്ട്. ആൻഡ് ഇങ്ങനെ ഇവൾ ഇവിടെ കടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ടൂഡോസിന്റെ മെമ്പേഴ്സ് ഗഡ്സിനെയും കാസ്കയും അവിടെ കാട്ടിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ആൻഡ് ഇത് മനസ്സിലാക്കിയ ഗഡ്സ് ഡിസൈഡ് ചെയ്യും, ഇന്ന് രാത്രി തന്നെ ഇവിടുന്ന് പോകണം, ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ലാന്ന് ഗഡ്സിന് മനസ്സിലാവും. ആൻഡ് അന്ന് രാത്രി രണ്ടുപേരും റെഡി ആയിട്ട് അവിടുന്ന് പോകാൻ വേണ്ടി നിൽക്കും. ആൻഡ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കാസ്ക ഗഡ്സിനോട് പറയും, ഞാൻ എന്റെ മെൻസ്ട്രൽ പീരിയഡ്സിന്റെ ടൈമിലാണ്, അതുകൊണ്ടാണ് എനിക്ക് മര്യാദക്ക് അവിടെ ഫൈറ്റ് ചെയ്യാൻ പറ്റാണത്. ഇവളുമാർക്കൊന്നും വേറൊരു റീസണും ഇല്ലേ പറയാൻ. ഓക്കെ, എന്തായാലും ആവട്ടെ. ആൻഡ് ഗഡ്സ് ഇത് കേട്ടിട്ട് പെണ്ണായിട്ട് ജീവിക്കാച്ചിട്ട് കഷ്ടമാണെന്നെല്ലാം മനസ്സിലാക്കിയിട്ട് അവർ അവിടെ നിന്ന് നടന്നുകൊണ്ടിരിക്കും. അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ടൂഡോസിലെ അഡോണില്ലേ, അവരുടെ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അഡോണ്, അവന്റെ ആൾക്കാരെല്ലാരും കൂടിയിട്ട് ഇവരെ വളയും. ആൻഡ് ഈ വളയുന്ന ആളുകളിൽ അഡോണിന്റെ ബ്രദർ ഉണ്ടാവും, സാംസൺ എന്ന് പറഞ്ഞ അഡോണിന്റെ ബ്രദർ ഉണ്ടാവും. ആൻഡ് ഈ അഡോണിന്റെ ബ്രദർ ഭയങ്കര വലിയൊരു ആർമർ എല്ലാം ഇട്ടിട്ട് കാസ്കയെ കൊല്ലാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരും. ആൻഡ് അവന്റെ അടുത്തുള്ള ഒരു ആയുധം വെച്ചിട്ട് കാസ്കയെ അടിക്കാൻ വരുമ്പോൾ കറക്റ്റ് ആയിട്ട് ഗഡ്സ് അങ്ങോട്ട് വരും. ആൻഡ് ഗഡ്സ് വന്നിട്ട് ആ അടി തടുക്കും. ആൻഡ് ഇതിനുശേഷം അവിടെയുള്ള ആൾക്കാരെല്ലാവരും കാസ്കയുടെ മുന്നിലോട്ട് അമ്പി നെയ്യാൻ നോക്കും. ആൻഡ് ഇതും ഗഡ്സ് വന്നിട്ട് അവന്റെ മേത്തോട്ട് ഏൽക്കും. ആൻഡ് ഇവിടെ കാസ്ക ഇവൻ എനിക്ക് അവന്റെ ജീവൻ കൊടുത്തവരെ എന്നെ രക്ഷിക്കാൻ നോക്കുന്നല്ല ആലോചിച്ചിട്ട് ഇംപ്രസ് ആയി നിൽക്കും. ആൻഡ് ഇതിനുശേഷം ഗഡ്സ് കാസ്കയോട് പറയും, നീ ഇവിടുന്ന് പൊക്കോ, വേഗം പൊക്കോ, ഞാൻ ഇവരെല്ലാം നോക്കിക്കൊണ്ട് നീ ഇവിടുന്ന് വേഗം പോവാൻ നോക്കുന്നു പറയും. നീ എന്തായാലും ഗ്രിഫിത്തിന്റെ അടുത്ത് വേണം, അതുകൊണ്ട് തന്നെ നീ ഇവിടുന്ന് വേഗം പോകുന്നു പറഞ്ഞിട്ട് ഗഡ്സ് പറഞ്ഞുകൊണ്ടിരിക്കും. ആൻഡ് കാസ്കയും റെസ്ക്യൂ ടീമിനെ വിളിച്ചുകൊണ്ട് വരാന്ന് പറഞ്ഞിട്ട് അവിടുന്ന് വേഗം ഓടിപ്പോവും. ആൻഡ് ഇവിടെ ഗഡ്സ് എല്ലാ ട്യൂഡേഴ്സ് മെമ്പേഴ്സിനെ അടിച്ച് നല്ലപ്പണാക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. ആൻഡ് ഒരൊറ്റ അറ്റാക്കിൽ ആ സാംസൺ ഇല്ലേ അഡോണിന്റെ ബ്രദർ, അവനെ അങ്ങോട്ട് കൊന്നു കളയും. ആൻഡ് ഇത് കണ്ട അഡോൺ ഡിക്ലെയർ ചെയ്യും, ആരാണോ ഗഡ്സിനെ കൊല്ലുന്നത് അവന് ഞാൻ 5 times അധികമായിട്ട് സ്വർണവും പണമൊക്കെ തരുന്നു പറയും. ആൻഡ് ഈ ഓഫേഴ്സ് കിട്ടിയ സോൾജേഴ്സ് എല്ലാവരും ഗഡ്സിന്റെ മുകളിലോട്ട് വരാൻ നോക്കും. ആൻഡ് ഗഡ്സിനെ ഓരോന്നായിട്ട് വെട്ടാനൊക്കെ നോക്കും. ഒരു ഭാഗത്തുനിന്ന് ആൾക്കാർ വാള് വെച്ച് വീശുമ്പോൾ മറുഭാഗത്തുനിന്ന് വേറെ ആയുധം വെച്ചിട്ട് എല്ലാ ഭാഗത്തുനിന്നും വളഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. മറുഭാഗത്തു നിന്നാണെന്നുണ്ടെങ്കിൽ അമ്പ് നെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ആൻഡ് മൊത്തത്തിൽ ഗഡ്സിനെ അവർ അങ്ങോട്ട് ട്രാപ്പ് ചെയ്ത് കളയും സറൗണ്ടിങ്ങിൽ. ആൻഡ് ഇതിനുശേഷം നമുക്ക് കാണിക്കുന്നത് കാസ്കയാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോയി, അത് ആൾക്കാരെ വിളിക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ടൂഡേഴ്സിലെ മെമ്പേഴ്സ് കാസ്കയെ പിടിച്ചിട്ടുണ്ടാവും. ആൻഡ് കാസ്കയെ പിടിച്ചതിന് ശേഷം അവിടെ എന്താണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് ജുഡായി വരും. ജുഡായി ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹോക്സിൽ തന്നെയുള്ള ഒരു മെമ്പറാണ്. ഇവനെ ഗ്രിഫിത്ത് അയച്ചതായിരിക്കും കാസ്കയും ഗഡ്സിനെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട്. ഇവനും ഇവന്റെ ഒപ്പം തന്നെ വേറൊരുത്തനും കൂടി ഉണ്ടാവും. ആൻഡ് ജുഡായും അവന്റെ ഒപ്പമുള്ളവരെല്ലാരും കൂടിയിട്ട് കാസ്കയെ അറ്റാക്ക് ചെയ്യുന്നവരെല്ലാരും അറ്റാക്ക് ചെയ്തിട്ട് തോൽപ്പിക്കും. ആൻഡ് ഇത് കണ്ടിട്ട് കാസ്ക പറയും, എന്റെ ജീവനൊരു ആപത്തുമില്ല, നിങ്ങൾ പെട്ടെന്ന് തന്നെ ഗഡ്സിലോടത്തേക്ക് പോ, ഗഡ്സിന്റെ ജീവനാണ് ആപത്തെന്ന് പറയും. ആൻഡ് ജുഡായും ടീമും അവിടുന്ന് നേരെ ഗഡ്സിന്റെ അങ്ങോട്ട് പോകാൻ തുടങ്ങും. ആൻഡ് ബി റെഡി ഫോർ ഇറ്റ്. കാസ്കയും ജുഡായും ടീമിലെ ബാക്കിയുള്ളവരും എല്ലാരും പോയി നോക്കുമ്പോൾ 100 കണക്കിന് ടൂഡോസിന്റെ സോൾജേഴ്സ് അവിടെ മരിച്ചു കിടക്കുന്നു. ആൻഡ് ഒരു മരത്തിന്റെ അവിടോട്ട് നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് അടിയെല്ലാം മേടിച്ചിട്ട് ഗഡ്സ് അവിടെ ഇരിക്കുന്നു. ആൻഡ് ഇത് കണ്ടിട്ട് ജൂഡായും ബാക്കിയുള്ള എല്ലാവരും ഷോക്കായി നിന്ന് പോകും, ഇത്രയും പേരായിട്ട് ഫൈറ്റ് ചെയ്തിട്ട് ഇവൻ എങ്ങനെ ഇപ്പോഴും ജീവനോടെ ആലോചിച്ചിട്ട്. ആൻഡ് ഗഡ്സിനെ ജീവനോടെ കണ്ടതുകൊണ്ട് തന്നെ
കാസ്കയും ഭയങ്കരമായിട്ട് ഹാപ്പി ആവും. ആൻഡ് ഇതിനുശേഷം ഗഡ്സിനെ തൂക്കിയെടുത്തുകൊണ്ട് അവർ ക്യാമ്പിലോട്ട് തിരിച്ചു പോകും. ക്യാമ്പിലോട്ട് തിരിച്ചു പോയിട്ട് ഗഡ്സിന് മെഡിക്കൽ ട്രീറ്റ്മെന്റ് കൊടുത്തോണ്ടിരിക്കും. ആൻഡ് ട്രീറ്റ്മെന്റ് കൊടുത്തോണ്ടിരിക്കുമ്പോൾ അവിടെ വന്ന ഡോക്ടർ പറയും, ഇതിപ്പോ വേറെ വല്ല നോർമൽ മനുഷ്യനാണ് ഈ അടിയൊക്കെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അവൻ അവിടെ തന്നെ 2-3 വട്ടം മരിച്ചിട്ടുണ്ടാവും. ഇവൻ എങ്ങനെയാണ് ഇപ്പോഴും ജീവനോടെ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയാൻ പാടില്ല എന്ന് ഡോക്ടർ പറയും. ആൻഡ് ഇതിനുശേഷം നമുക്ക് കാണിക്കുന്ന ഒരു നൈറ്റ് ആണ്. ഗഡ്സ് ഓൾമോസ്റ്റ് ഇങ്ങനെ ഹീലായി വരികയായിരിക്കും കുറച്ച് വർഷമായിട്ട്. ആൻഡ് കാസ്ക് ഇങ്ങനെ നൈറ്റിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും കാസ്കിന്റെ അടുത്ത് ജുഡായി വരിക. ആൻഡ് ജുഡായി വന്നിട്ട് പറയും, നീ വാ, ഞാൻ നിന്നോട് സംസാരിക്കണം എന്ന് പറയും. ആൻഡ് ഇവർ രണ്ടുപേരും ഇങ്ങനെ പോകും. ആൻഡ് ഇവരിങ്ങനെ സംസാരിച്ച് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ജുഡായി കാസ്കയ്ക്ക് ഒരു സാധനം കൊടുക്കും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എൽഫ്സിന്റെ ഡസ്റ്റ് കൊടുക്കും. ഡസ്റ്റ് കൊടുത്തതിന് ശേഷം പറയും, ഇതൊരു മെഡിസിൻ ആണ്, ഞാൻ മുന്നേ ഒരു സർക്കസിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു, അവിടുന്ന് എനിക്ക് കിട്ടിയതാണ്, ഇതുകൊണ്ട് തന്നെ പെട്ടെന്നുള്ള അസുഖങ്ങളെല്ലാം പെട്ടെന്ന് മാറ്റാന്ന് ജുഡായി കാസ്കയോട് പറയും. എന്നിട്ട് ആ ഡസ്റ്റ് കാസ്കയ്ക്ക് കൊടുക്കും. ആൻഡ് ഇത് കൊടുത്തതിന് ശേഷം ജുഡായി അവിടുന്ന് പോകും. ഈ ഡസ്റ്റും എടുത്തുകൊണ്ട് കാസ്ക നേരെ ഗഡ്സിന്റെ അടുത്തോട്ട് വരും. ഗഡ്സ് ഒരു മരത്തിന്റെ താഴെ ഇരിക്കുകയായിരിക്കും. ഓൾമോസ്റ്റ് ഇങ്ങനെ ഹീലായി വരികയായിരിക്കും. ബട്ട് സ്റ്റിൽ ഗഡ്സിന്റെ മേത്ത് ഒരുപാട് അങ്ങനെ മുറിവുകൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ കാസ്ക എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ആ മുറിവുകളിലെല്ലാം ഈ എൽഫ്സിന്റെ ഡസ്റ്റ് ഇല്ലേ അത് അപ്ലൈ ചെയ്യും. ആൻഡ് ഇത് അപ്ലൈ ചെയ്ത ഉടനെ തന്നെ ആ മുറിവുകളെല്ലാം ഉണങ്ങാൻ തുടങ്ങും. ആൻഡ് അത് ഇങ്ങനെ തേച്ചുകൊണ്ടിരിക്കുമ്പോൾ കാസ്ക ചോദിക്കും, നീ എന്തിനാ അവിടെ നിന്റെ ജീവൻ കൊടുത്തിട്ട് എന്നെ രക്ഷിച്ചെന്ന് ചോദിക്കും. ഞാൻ നിന്റെ അടുത്ത് ഒരു പ്രാവശ്യം പോലും മര്യാദക്ക് പെരുമാറിയിട്ടില്ല, പിന്നെ എന്തിനാ നീ എന്നെ രക്ഷിച്ചെന്ന് ചോദിക്കും. ആൻഡ് ഇതിന് മറുപടി ആയിട്ട് ഗഡ്സ് പറയും, എനിക്ക് എപ്പോഴും ഇഷ്ടം അടി കൂടാനാണ്, എനിക്ക് അടി കൂടിക്കൊണ്ട് തന്നെ ഇരിക്കണം, പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ട. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല, നിങ്ങൾക്ക് അടി കൂടുന്നതിനല്ലാണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. നീ, ഗ്രിഫിത്ത്, ബാക്കിയുള്ള എല്ലാവർക്കും ഓരോ ആഗ്രഹങ്ങളുണ്ട്. ആൻഡ് ഈ വാറെല്ലാം കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും അവരുടെ കുടുംബമായിട്ട് ഒന്നിച്ചിരിക്കണം എന്നൊക്കെ ഒരുപാട് ഡ്രീംസ് ഉണ്ട്. ആൻഡ് ഇതിന്റെ എല്ലാം ലീഡർ ആയിട്ടുള്ള ഗ്രിഫിത്തിന് പോലും ഭയങ്കര വലിയൊരു ഡ്രീം ഉണ്ട്. ആൻഡ് ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് മാത്രമാണ് ഒരു ഡ്രീം പോലും ഇല്ലാത്തത്. അതുകൊണ്ട് തന്നെ ആ സിറ്റുവേഷനിൽ നീ മരിക്കുന്നതിനേക്കാളും ബെറ്റർ ഞാൻ മരിക്കുന്നതാണ് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ നിന്നെ പോകാൻ പറഞ്ഞിട്ട് ഞാൻ അവിടെ ഫൈറ്റ് ചെയ്യാൻ നിന്നെന്ന് പറയും ഗഡ്സ്. ആൻഡ് ഗഡ്സ് ഇങ്ങനെ തുറന്ന് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ കാസ്കയ്ക്ക് എന്തോ പോലെ തോന്നും. കാരണം ആദ്യമായിട്ടായിരിക്കും ഗഡ്സ് ഒരാൾക്ക് ഇങ്ങനെ മനം തുറന്ന് സംസാരിക്കുന്നത്. ആൻഡ് ഇതിനുശേഷം ഗഡ്സ് പറയും, ഈ വാറെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഹോക്സ് വിട്ടിട്ട് ഞാൻ ഇവിടുന്ന് പോവും, ഞാൻ എങ്ങോട്ടൊന്നുമില്ലാതെ ഞാൻ പോകുമെന്ന് ഗഡ്സ് പറയും. ആൻഡ് ഇത് പറഞ്ഞതിന് ശേഷം കാസ്ക ഗഡ്സിനോട് ചോദിക്കും, പോയിട്ട് വെളിയിൽ പോയിട്ട് എന്താ ചെയ്യാൻ പോകണമെന്നുള്ള പ്ലാൻ ചോദിക്കും. ഇതിനൊരു മറുപടി കൊടുക്കാൻ നിൽക്കുന്നതിന് മുന്നേ ആയിരിക്കും ക്യാമ്പിലോട്ട് ഗ്രിഫിത്ത് വരിക. ഗ്രിഫിത്ത് വന്നറിഞ്ഞാൽ എല്ലാവരും അങ്ങോട്ട് പോകും, കാരണം ഗ്രിഫിത്ത് എല്ലാവരും വിളിച്ചിട്ടുണ്ടാവും. ആൻഡ് ഗ്രിഫിത്ത് അങ്ങോട്ട് വന്നതിന് ശേഷം കാസ്ക നടന്നതെല്ലാം ഗ്രിഫിത്തിനോട് പറയും. ആൻഡ് ഗ്രിഫിത്ത് പറയും, നിങ്ങൾ ജീവനോടെ ഉണ്ടല്ലോ, എനിക്ക് അത് മതി എന്ന് പറയും ഗ്രിഫിത്ത്. ആൻഡ് ഇതിന് ശേഷം നമുക്ക് കാണിക്കുന്നത് കൊട്ടാരത്തിലെ രാജാവിന്റെയും ബാക്കി പടയാളികളുടെ എല്ലാവരുടെയും പ്ലാനിങ്സ് ആണ്. ഇനി യുദ്ധത്തിൽ എന്തൊക്കെ മൂവ്മെന്റ് എടുക്കണം എന്നുള്ള പ്ലാനിങ്സ് അവിടെ എല്ലാവരും വന്ന് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങോട്ട് ഗ്രിഫിത്തും പോവും. ആൻഡ് ഇപ്പൊ മിഡ്ലാൻഡിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുന്നത് ഗ്രിഫിത്തിന്റെ ടീമായ വൈറ്റ് ഹോക്സ്, പിന്നെ വൈറ്റ് ടൈഗേഴ്സ്, പിന്നെ വൈറ്റ് ഡ്രാഗൺസും. ആൻഡ് ബാക്കി മിഡ്ലാൻഡിന്റെ ഒറിജിനൽ അവരുടെ സോൾജേഴ്സിന്റെ ജനറൽസും. ആൻഡ് ഇവരെല്ലാവരും ഈ മീറ്റിംഗിൽ ഉണ്ടാവും. ആൻഡ് ഇപ്പൊ ഇതിന് നടക്കാൻ പോകുന്ന യുദ്ധം ഇനി എവിടെ നടക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോൾറി കാസിൽ പറഞ്ഞിട്ടൊരു കാസിൽ ഉണ്ട്, അവിടെയാണ്. ഈ കാസിലാണെന്നുണ്ടെങ്കിൽ ടുഡേഴ്സിന്റെ അല്ല, മിഡ്ലാൻഡിന്റെ തന്നെ കാസിലാണ്. പക്ഷെ ഒരു 100 years മുന്നേ ഉള്ള ഒരു വാറിൽ ഇത് മിഡ്ലാൻഡിന്റെ കയ്യിൽ നിന്ന് ടുഡേഴ്സിന് പോയിണ്ടാവും. ആൻഡ് ഈ വാറിലെങ്കിലും ഇത് തിരിച്ചു പിടിക്കണം എന്നാണ് മിഡ്ലാൻഡിന്റെ കിങ്ങിന്റെ ഒരേ ഒരു ആവശ്യം. ആൻഡ് ഇതിനുശേഷം നമുക്ക് കാണിക്കുന്നത് ഈ ഡോൾറി കാസിലല്ലേ, ഇത് ആരൊക്കെയാണ് പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് നമുക്ക് കാണിക്കുന്നത്. ആൻഡ് ഇത് പ്രൊട്ടക്ട് ചെയ്തോണ്ടിരുന്നത് ടുഡേഴ്സ് എംപേഴ്സിലെ വൺ ഓഫ് ദ പവർഫുൾ എംപയർ ആയിട്ടുള്ള പർപ്പിൾ റൈനോ നൈറ്റ്സ് ആണ്. ആൻഡ് ഇവർ 1-2 പേരല്ല, മൊത്തം 30,000 എങ്ങാണ്ട് പേരുണ്ട് ഇവർ ടോട്ടൽ കൗണ്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ. ആൻഡ് ഇനി ഇവരുടെ കമാൻഡർ ആരാണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ ഓഫ് ദ പവർഫുൾ ഹ്യൂമൻ ആയിട്ടുള്ള ബോസ്കോൺ എന്ന് പറയുന്ന ഒരാളാണ്. ആൻഡ് കൊട്ടാരത്തിൽ എങ്ങനെയാണ് ഈ പർപ്പിൾ റൈനോ നൈറ്റ്സിനെ തോൽപ്പിക്കാന്ന് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. കാരണം ഓൾറെഡി വൈറ്റ് ടൈഗറും ഈ നൈറ്റ്സും തമ്മിൽ യുദ്ധം ഉണ്ടായിട്ടുണ്ടാവും. അവിടെ വൈറ്റ് ടൈഗർ അതപ്പതനായിരിക്കും, വൈറ്റ് ടൈഗേഴ്സിനെ നന്നായിട്ട് പഞ്ഞിക്കിട്ടിട്ടുണ്ടാവും. ആൻഡ് ഇതുകൊണ്ട് തന്നെ രാജാവിന് ഭയങ്കര പേടിയുണ്ടാവും. ഇനിയിപ്പോൾ അവരായിട്ട് ഏറ്റുമുട്ടിയിട്ട് ഇനി ഒരു ലോസ് കൂടി ആ മിഡ്ലാൻഡിന് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ടീമിനെ കൂടി നഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഈ യുദ്ധം തോൽക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ രാജാവ് ഭയങ്കരമായിട്ട് പേടിയുണ്ടാവും അവരുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് രാജാവ് ഇങ്ങനെ അറ്റാക്ക് ചെയ്യണോ വേണ്ടോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗിഫ്റ്റ് അങ്ങോട്ട് വന്നിട്ട് പറയും, ഞാൻ ഒറ്റയ്ക്ക്, എന്റെ ടീം ഒറ്റയ്ക്ക് അങ്ങോട്ട് പോയിട്ട് അവരെ കീഴ്പ്പെടുത്താന്ന് പറയും. ആൻഡ് ഇത് കേട്ടപാടന്നെ അവിടെ ഉണ്ടായിരുന്ന മിനിസ്റ്റേഴ്സും ജനറൽസും ബാക്കിയുണ്ടായിരുന്ന എല്ലാ സോൾജേഴ്സും എല്ലാവരും ഷോക്കായി നിന്ന് പോകും. ആൻഡ് അവിടെ ഉണ്ടായിരുന്ന ജനറൽ ചോദിക്കും, 100 വർഷമായിട്ട് ഞങ്ങൾ മിഡ്ലാൻഡിന് വേണ്ടിയിട്ട് അത് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല, 30,000 പേരുള്ള ഒരു ആർമിയെ നീ 2,000 പേര് വെച്ചിട്ട് നീ എങ്ങനെ അവരെ കീഴ്പ്പെടുത്താന്ന് ഗ്രിഫിത്തിനോട് അവിടെ ഉണ്ടായിരുന്ന ജനറൽ ചോദിക്കും. ആൻഡ് ഇവിടെ ഗ്രിഫിത്ത് പറയും, എനിക്ക് എന്റെ ടീമിന്റെ അടുത്ത് നല്ല ട്രസ്റ്റ് ഉണ്ട്, അവരെനിക്ക് നല്ല വിശ്വാസമുണ്ട്, അതുകൊണ്ട് ഈ 2,000 പേര് മതി എനിക്ക് ആ കാസിൽ പിടിക്കാണെന്ന് ഗ്രിഫിത്ത് പറയും. ആൻഡ് രാജാവിനാണെന്നുണ്ടെങ്കിൽ ഗ്രിഫിത്തിന്റെ മേളിൽ ഭയങ്കരമായിട്ട് വിശ്വാസം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ രാജാവ് ഇതിന് സമ്മതിക്കും. വൈറ്റ് ഹോക്സിനെ മാത്രം കാസിൽ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞയക്കും. ആൻഡ് ഇങ്ങനെ ഒരു യുദ്ധത്തിന് പുറപ്പെടുകയാണ്. വെറും 2,000 പേര് വെച്ചിട്ട് ഗ്രിഫിത്ത്, വൈറ്റ് ഹോക്സും
ആൻഡ് അപ്പുറത്ത് റൈനോ പർപ്പിൾ റൈനോ നൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് മൊത്തം 30,000 പേരും. ആൻഡ് ഇവർ ഈ തീരുമാനം എടുക്കുന്ന സെയിം നൈറ്റിൽ തന്നെ നമുക്ക് ഡോർലെസ് കാസിൽ കാണിക്കുന്നുണ്ടാവും. ആൻഡ് ഇവരുടെ കമാൻഡർ ആയിട്ടുള്ള ബാസ്കോണ് കാര്യം മനസ്സിലാവും, വൈറ്റ് ഹോക്സും ഗ്രിഫിത്തും കൂടിയിട്ട് അവരെ അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ടെന്നുള്ള കാര്യം. ആൻഡ് ഇവൻ എങ്ങനെയാ ഇൻഫർമേഷൻ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ചാരന്മാരെ വെച്ചിട്ടുണ്ടാവും, മിഡ്ലാൻഡ് ഇവന് വേണ്ടിയിട്ട് അവൻ ചാരന്മാരെ വെച്ചിട്ടുണ്ടാവും. ആൻഡ് ഈ കിട്ടിയ ഇൻഫർമേഷൻ ഇവൻ ആരുടെ കൊണ്ടുപോയി കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ജനോന്റെ അടുത്താണ്. ജനോൺ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുണ്ടനല്ലേ ഗ്രിഫിത്ത് ആയിട്ട് കളിച്ചുകൊണ്ടിരുന്ന ആ കുണ്ടൻ, അയാളാണ് ജനോണ്. ആൻഡ് ഈ ജനോണാണ് ഇപ്പൊ ഈ ഡോർലി കാസലിന്റെ ഇൻചാർജ്, അവനാണ് ഇപ്പൊ എല്ലാം നോക്കി നടത്തുന്നത്. ആൻഡ് വൈറ്റ് ഹോക്സ് യുദ്ധമായിട്ട് ഇങ്ങോട്ട് വരുന്നതെന്ന് അറിഞ്ഞ ജനോണ് ബോസ്കോന്റെ അടുത്ത് പറയും, നിങ്ങൾ വൈറ്റ് ഹൗസിൽ ഏത് ആളോ എന്ത് വേണേ ചെയ്തോ, പക്ഷെ വൈറ്റ് ഹോക്സിന്റെ ലീഡർ ആയിട്ടുള്ള ഗ്രിഫിത്തിനെ എനിക്ക് ജീവനോടെ വേണമെന്ന് പറയും. ആൻഡ് ഇത് ബോസ്കോണും അംഗീകരിക്കും. ആൻഡ് ഇതിനുശേഷം നമുക്ക് കാണിക്കുന്ന പാനൽ യുദ്ധം സ്റ്റാർട്ട് ആവുന്ന പാനലാണ്. ഈ കാസിൽ എവിടെ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാസിലിന്റെ ബാക്കിൽ ഒരു വലിയ മലയാണ്. ആൻഡ് ഇതിന്റെ മുന്നിൽ വലിയൊരു റിവറും ആണ്. അതുകൊണ്ട് തന്നെ വൺസ് ഇതിന്റെ ഉള്ളിൽ എൻ്റർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എങ്ങോട്ടും ഓടാൻ പറ്റത്തില്ല. ഇനിയിപ്പോ വേണം അതായത് തിരിച്ച് ഓടാന്ന് വെച്ച് കഴിഞ്ഞാലും അത് ഈസി ആയിട്ട് നടക്കത്തുമില്ല. ആൻഡ് ഇതിനുശേഷം നമുക്ക് വാർ സ്റ്റാർട്ട് ആവുന്നതാണ് കാണിക്കുന്നത്. വാർ സ്റ്റാർട്ട് ആയതിനു ശേഷം ഭയങ്കരമായിട്ട് അടി നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. ആൻഡ് ഈ യുദ്ധത്തിന്റെ ഇടയിൽ 2 ടീം മാത്രമേ വൈറ്റ് ഹോക്സ് നിന്ന് ഇറങ്ങിയിട്ടുണ്ടാവുള്ളൂ. അതിലൊരു ടീം ഗഡ്സിന്റെ ടീമും ഒരു ടീം ഗ്രിഫിത്തിന്റെ ടീമും. അവർ 2 നേരം മാത്രമേ ആ നദിയിലൂടെ മുന്നോട്ട് മെയിൻ ഗേറ്റ് വഴി മുന്നോട്ട് വന്നിട്ടുണ്ടാവുള്ളൂ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ഇവർ 2 ടീം ഇവിടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കാസ്കയുടെ ടീം, ഞാൻ ഒരു മല ഉണ്ടെന്ന് പറഞ്ഞില്ലേ ഇവരുടെ ബാക്കിൽ, ആ മലയുടെ ഭാഗത്തുകൂടി അങ്ങോട്ട് കയറി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ആൻഡ് ഇങ്ങനെ ബാക്കിലൂടെ വന്നിട്ട് കൊട്ടാരത്തിന്റെ ഉള്ളിലോട്ട് കയറും, കാസലിന്റെ ഉള്ളിലോട്ട് കയറും. ആൻഡ് ഇങ്ങനെ കാസ്കയുടെ ടീം അതിന്റെ ഉള്ളിലോട്ട് കയറിയിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും കാസ്കയുടെ മുന്നിൽ അഡോൺ വരിക. എന്റെ അഡോണും കാസ്കയും തമ്മിൽ വലിയൊരു ഫൈറ്റ് ഉണ്ടാവും. ഈ ഫൈറ്റ് തുടങ്ങുന്ന തന്നെ അഡോൺ ഒരു വിഷം പുരട്ടിയ അമ്പ് എടുത്തിട്ട് കാസ്കയെ കുത്തുന്നതായിരിക്കും. പക്ഷെ എങ്കിൽ പോലും ഈ പ്രാവശ്യം കാസ്ക അഡോണായിട്ട് ഭയങ്കര പവർഫുൾ ആയിട്ട് ഒപ്പോണന്റ് ആയിട്ട് നിൽക്കും. ആൻഡ് ഒരുപാട് നേരം ഇന്റൻസ് ആയിട്ട് ഫൈറ്റ് പോയതിനു ശേഷം അവസാനം കാസ്ക അഡോണെ കൊല്ലും. ആൻഡ് ഇനി മെയിൻ ഗേറ്റിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഗഡ്സിന്റെ ടീമും ഗ്രിഫിത്തിന്റെ ടീമും ഭയങ്കര ഇന്റൻസ് ആയിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഗഡ്സ് ഒറ്റയ്ക്ക് തന്നെ ഒരുപാട് പേരെ കൊന്നുകൊണ്ടിരിക്കുകയായിരിക്കും. എന്തൊക്കെ പറഞ്ഞാലും ടീമിൽ 2000 പേരുണ്ടെങ്കിൽ പോലും ഈ ഗഡ്സ് തന്നെ ഒരുപാട് പേരെ വെട്ടിക്കൊന്നുകൊണ്ടിരിക്കുകയായിരിക്കും. ആൻഡ് ഗഡ്സ് ഇങ്ങനെ കൊല്ലുന്നതായിട്ട് ബാക്കിയുള്ള എല്ലാവരും ഭയങ്കരമായിട്ട് മോട്ടീവ് ആവും. ബാക്കിയുള്ള എല്ലാവരും മോട്ടീവ് ആയതിനു ശേഷം ബാക്കിയുള്ളവരും എല്ലാവരും ഭയങ്കര ഇന്റൻസ് ആയിട്ട് ഫൈറ്റ് എടുക്കാൻ തുടങ്ങും. ആൻഡ് ഇങ്ങനെ ഒരുപാട് പേരെ വാൾ വെച്ച് കൊന്നുകൊണ്ട് തന്നെ അവസാനം ഗഡ്സിന്റെ വാള് പൊട്ടിപ്പോവും. അതെ, ഗഡ്സിന്റെ വാൾ അവസാനം ഇതിൽ 2 കഷ്ണമായി പോവും. ആൻഡ് ഇതാണ് ചാൻസ് എന്ന് വിചാരിച്ചിട്ട് ബോസ്കോൺ ഗഡ്സിനെ കൊല്ലാൻ വേണ്ടി അങ്ങോട്ട് വരും. ആൻഡ് രണ്ടാമതായിട്ട് നിൽക്കുന്ന ഗഡ്സിന്റെ അടുത്തേക്ക് വരുന്നത് കാണുന്നതുകൊണ്ട് തന്നെ ഗഡ്സിന്റെ കൂടെയുള്ള എല്ലാവരും ഗഡ്സിനെ രക്ഷിക്കണം എന്നായിട്ട് ഗഡ്സിന്റെ മുന്നോട്ട് വരും. പക്ഷെ ഇയാൾ ഭയങ്കര പവർഫുൾ ആയതുകൊണ്ട് തന്നെ ഗഡ്സിന്റെ മുന്നിലുണ്ടായിരുന്ന എല്ലാവരെയും വെട്ടി കൊന്നു തുടങ്ങും. ബാക്കി എല്ലാവരെയും കൊന്നതിന് ശേഷം ഗഡ്സിനെ കൊല്ലാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരും. ആൻഡ് ഗഡ്സിനെ കൊല്ലാൻ വേണ്ടി മുന്നോട്ട് വരുമ്പോഴായിരിക്കും ഒരു വലിയ കത്തി വന്നിട്ട് ഗഡ്സിന്റെ മുന്നോട്ട് വീഴുക. ആൻഡ് ഗഡ്സിനും ഒന്നും മനസ്സിലാവില്ല ആരാണ് ഇത്രയും വലിയൊരു കത്തി എന്റെ മുന്നോട്ട് വലിച്ചെറിഞ്ഞെന്ന്. ആൻഡ് കൂടുതലൊന്നും ആലോചിക്കാണ്ട് ഗഡ്സ് വേഗം ആ കത്തി എടുക്കും. കത്തി എടുത്തിട്ട് ബോസ്കോണിനെ അവന്റെ കുതിരയും ചേർത്ത് ഒരൊറ്റ വെട്ടം അങ്ങോട്ട് വെട്ടും. ആൻഡ് ആ ഒരൊറ്റ വീട്ടില് ബോസ്കോണും അവന്റെ കുതിരയും കൂടി 2 കഷ്ണമായി നിലത്തോട്ട് വീഴും. അത്രയും പവർഫുൾ ആയിരിക്കും. ആൻഡ് ഇത് കണ്ട ജൂഡാസിന്റെ ആർമി ഭയങ്കരമായിട്ട് ഫ്യൂരിയസ് ആവും അവിടെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗഡ്സ് വന്ന് ബോസ്കോണെ കൊന്നില്ലേ. ഇത്രയും കാലമായിട്ട് ഒരാൾ പോലും ബോസ്കോണിന്റെ അടുത്ത് എതിരെ പോലും നിന്നിട്ടുണ്ടാവില്ല. ആദ്യമായിട്ടായിരിക്കും ഒരാൾ ബോസ്കോണെ എതിരെ നിന്നിട്ട് അവനെ കൊല്ലുന്നത്. ആൻഡ് ഇങ്ങനെ ബോസ്കോണിനെ മരിച്ചത് കണ്ടതിന് ശേഷം അവർ പേടിക്കാൻ തുടങ്ങും. ജൂഡാസിന്റെ ആർമീസ് പേടിക്കാൻ തുടങ്ങും. പേടിച്ചതിന് ശേഷം അവർ യുദ്ധത്തിന് മെല്ലെ മെല്ലെ പിന്മാറാൻ തുടങ്ങും. ആൻഡ് ഇത് കണ്ട ഗ്രിഫിത്ത് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരെയും കൊന്നു കളയണം എന്ന് പറഞ്ഞിട്ട് ഒരു ഓർഡർ അങ്ങോട്ട് വിടും. ആൻഡ് ഇങ്ങനെ ഒട്ടുമുക്ക ആൾക്കാരെയും കൊന്നതിന് ശേഷം ഗ്രിഫിത്തിന് മുന്നിൽ വന്നിട്ട് ജനോണ് വിടും. ജനോണ് വന്നിട്ട് നീ ബാക്കിയുള്ള എല്ലാവരെയും കൊന്നോ, നീ എന്നെ കൊന്നു കളയില്ലെന്ന് പറയും ജനോണ്. നമ്മൾ 2 പേരും ലവേഴ്സിന്റെ പോലെ ഇരുന്നതല്ലേ, അതുകൊണ്ട് തന്നെ നീ എന്നെ മാത്രം വെറുതെ വിടുന്ന ജനോണ് ഗ്രിഫിത്തിനോട് പറഞ്ഞുകൊണ്ടിരിക്കും. ആൻഡ് ഇത് കേട്ടിട്ട് ഗ്രിഫിത്ത് പറയും, അന്ന് എനിക്ക് കാശിന് ആവശ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ട് മാത്രമാണ് ഞാൻ അന്ന് നിന്റെ അടുത്ത് വന്നത്, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ വരത്തില്ലായിരുന്നു. ഇന്ന് എനിക്ക് കാശുണ്ട്, അതിൻ്റെ എല്ലാം ഉണ്ട്, അതുകൊണ്ട് തന്നെ നിന്നെ ഞാൻ കൊല്ലാൻ പോകണമെന്ന് പറഞ്ഞിട്ട് ഗ്രിഫിത്ത് ജനോണിനെയും കൊന്നു കളയും. ആൻഡ് ജനോണിനെ കൊന്നതിന് ശേഷം 100 വർഷങ്ങൾക്ക് ശേഷം മിഡ്ലാൻഡ് ആർമിക്ക് സാധിക്കാത്തത് വൈറ്റ് ഹോക്സ് സാധിക്കും. ആൻഡ് ഡോർലി കാസിലും അവർ കീഴടക്കും. ആൻഡ് ഇങ്ങനെ വാറെല്ലാം ജയിച്ചതിന് ശേഷം നമുക്ക് ഗഡ്സിനെ കാണിക്കും. ഗഡ്സ് ആണെന്നുണ്ടെങ്കിൽ ഈ കാസ്കയെ തിരഞ്ഞടക്കായിരിക്കും. അങ്ങനെ കാസ്കയെ കണ്ടതിന് ശേഷം കാസ്കയെ അവൻ എടുക്കും. കാരണം ഒരു അമ്പൊന്ന് കുത്തിയ കാര്യം പറഞ്ഞില്ല ബോസ്കോണായിട്ടുള്ള ഫൈറ്റിൽ. അതുകൊണ്ട് തന്നെ കാസ്കയെ എടുത്തിട്ട് ഗഡ്സ് അവിടുന്ന് പോകും. ആൻഡ് ഇതിനുശേഷം നമുക്ക് കാണിക്കുന്നത് ആരാണ് ആ വലിയ വാള് ഗഡ്സിന് എറിഞ്ഞു കൊടുത്തതെന്നാണ്. ആൻഡ് അത് വേറെ ആരുമല്ല എറിഞ്ഞു കൊടുത്തത്, അത് എറിഞ്ഞു കൊടുത്തത് സോഡാണ്. ബെർസെർക്കിന്റെ പാർട്ട് 6 ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആരാണ് സോഡെന്നും സോഡ് എന്തിനാണ് ഗഡ്സിന്റെ പിന്നാലെ നടക്കുന്നത് എപ്പോഴും നല്ലതെന്ന് ഞാൻ പാർട്ട് 6 അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ താഴെ കൊടുക്കാം, അപ്പോൾ നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യുന്നതാണ്. ആൻഡ് ഇതിന് ശേഷം നമുക്ക് കാണിക്കുന്നത് രാജാവിനാണ്. രാജാവ് ഈ ഡോർലി കാസിൽ കിട്ടുമെന്ന് തന്നെ ഭയങ്കര ഹാപ്പി ആയിരിക്കും. രാജാവ് അവിടെ വെച്ച് തീരുമാനം എടുക്കും ഹോക്സിന്, അതായത് ഗ്രിഫിത്തിന്റെ ടീമിന് വൈറ്റ് എന്നുള്ള ആ ഒരു അംഗീകാരം കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ടൈഗേഴ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഡ്രാഗൺസ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും അവർ 2 പേരും, അതായത് 2 ടീമും ഡ്രാഗൺസും ടൈഗേഴ്സും മാത്രമാണ് ഈ മിഡ്ലാൻഡിന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യുന്നതുകൊണ്ടാണ് അവർക്ക് വൈറ്റ് എന്നുള്ള ആ പേര് ഒപ്പം കൊടുത്തത് അംഗീകാരമായിട്ട്. അതുപോലെ തന്നെ വൈറ്റ് ഹോക്സിന് വൈറ്റ് എന്നുള്ള പേരും കൊടുക്കുന്നത്. ആൻഡ് ഗ്രിഫിത്തിന്റെ ടീമിന് ഈ വൈറ്റ് എന്നുള്ള അതായത് അംഗീകാരം കൊടുക്കുന്നത് രാജാവിന് മാത്രമേ ഇഷ്ടമുണ്ടാവുള്ളൂ, ബാക്കിയുള്ള കൊട്ടാരത്തിൽ വേറെ ആർക്കും ഇഷ്ടമുണ്ടാവില്ല.
ആൻഡ് മിനിസ്റ്റേഴ്സ് എല്ലാവരും കൂടിയിട്ട് അവർ തനിച്ചായിട്ടൊരു യോഗം വെക്കും. ആൻഡ് ഈ യോഗത്തിൽ ഡിസൈഡ് ചെയ്യും ഇന്ന് രാത്രി എന്തായാലും ഒരു പാർട്ടി ഉണ്ടാവും, ആ പാർട്ടിയിൽ വിഷം കൊടുത്തിട്ട് ഗ്രിഫിത്തിനെ കൊല്ലാന്ന് ഇവരെല്ലാവരും കൂടി തീരുമാനിക്കും. കാരണം ഗ്രിഫിത്തിന്റെ പോലുള്ള ഒരു കൂലി വേലക്ക് തല്ലാൻ നടക്കുന്ന പിള്ളേരെ വൈറ്റ് ആക്കണ്ടെന്നുള്ളൊരു മെന്റാലിറ്റിയിലായിരിക്കും അവർ തീരുമാനം എടുക്കുന്നത്. ആൻഡ് ഇതിനെ പിന്തുണച്ചുകൊണ്ട് തന്നെ ഇവരുടെ റാണി ഉണ്ടാവും. റാണിക്കും ഈ ഗ്രിഫിത്തിനെ അവന്റെ ടീം മെമ്പേഴ്സിനും ഒന്നും തീരെ ഇഷ്ടമുണ്ടാവില്ല, ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇതിന് പുറമെ ഈ മന്ത്രിമാരിൽ ഫോസ് എന്ന് പറഞ്ഞ ഒരുത്തുണ്ടാവും. ഈ ഫോസ് എന്ന് പറഞ്ഞ ഒരുത്തൻ റാണിയോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകും ഡ്യൂക്കിനെ കൊന്നത് ഗ്രിഫിത്ത് ആണെന്നുള്ള കാര്യം ഇയാൾക്ക് എങ്ങനെ അറിഞ്ഞിട്ട് ഇയാളത് റാണിയോട് പറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ റാണിക്ക് ഒരു പ്രത്യേക തരം ഇഷ്ടം ഉണ്ടാവും ഗ്രിഫിത്തിനോട്. ആൻഡ് ഇതിനുശേഷം നമുക്ക് കാണിക്കുന്നത് പാർട്ടിയാണ്. പാർട്ടിയിൽ വെച്ചിട്ട് തന്നെ ഒരുപാട് പെൺപിള്ളേർ ഗഡ്സിനെയും ഗ്രിഫിത്തിനെയും വളഞ്ഞിട്ടുണ്ടാവും. കാരണം ഗ്രിഫിത്ത് ഇപ്പോൾ ലീഡറായി നിന്നിട്ട് ആ ക്യാസിലെല്ലാം ജയിച്ചു കൊടുത്തില്ല, അതുകൊണ്ട് തന്നെ ഗ്രിഫിത്തിനെ വളഞ്ഞിട്ടുണ്ടാവും. പിന്നെ ഗഡ്സിനെ നോക്കിയിട്ട് നിങ്ങളെങ്ങനെയാ 100 പേരൊക്കെ കൊന്നിട്ടുണ്ടല്ലോ എന്നെല്ലാം ചോദിച്ചിട്ട് ഗഡ്സിനെയും വളഞ്ഞിട്ടുണ്ടാവും. ആൻഡ് ഇത് അത്യാവശ്യം ഒരു റോയലായ പാർട്ടി അത് കാരണം തന്നെ എല്ലാവരും നല്ല കിടിലൻ ഡ്രസ്സെല്ലാം ഇട്ടാണ് പോയിട്ടുണ്ടാവുക. ആൻഡ് കാസ്ക നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡ്രസ്സെല്ലാം ഇട്ടിട്ട് ഗഡ്സിന്റെ അടുത്തോട്ട് പോകും. ഈ ടൈമിൽ കാസ്കക്ക് ഗഡ്സിന്റെ അടുത്ത് പ്രേമം തുടങ്ങിയിട്ടുണ്ടാവും. പക്ഷെ ഗഡ്സ് ഇവിടെ ആലോചിക്കുന്നത് കാസ്കയ്ക്ക് ഗ്രിഫിത്തിനെയാണ് ഇഷ്ടം, ഗ്രിഫിത്തിനോടാണ് പ്രേമം നല്ലതാണ്. പക്ഷെ കാസ്കയും ഗ്രിഫിത്തും തമ്മിലുള്ള ബന്ധം എന്താണ്, ആക്ച്വൽ ബന്ധം എന്താണെന്ന് ഗഡ്സിന് വലിയൊരു ഐഡിയ ഒന്നും ഉണ്ടാവത്തില്ല. ആൻഡ് ഇതിനുശേഷം നമുക്ക് കിങ്ങിനെ കാണിക്കും. കിങ് അവിടെ പ്രഖ്യാപിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 100 വർഷമായിട്ട് മിഡ്ലാൻഡ് യുദ്ധം ചെയ്ത് നടക്കാത്ത കാര്യം വൈറ്റ് ഹോക്സ് ചെയ്തു കൊടുത്തിട്ടുണ്ടാവും, അതായത് ഹോക്സ് ചെയ്തു കൊടുത്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇനി മുതൽ ഹോക്സിനെ എല്ലാവരും വൈറ്റ് ഹോക്സ് തന്നെ വിളിക്കണം എന്ന് തന്നെ കിങ് അവിടെ പ്രഖ്യാപിക്കും. അത് മാത്രമല്ല ഗ്രിഫിത്തിനെ ഇന്നു മുതൽ എല്ലാവരും വൈറ്റ് ഫീനിക്സ് ജനറൽ ഗ്രിഫിത്ത് മാത്രമായിരിക്കും വിളിക്കണമെന്ന് അവിടെ രാജാവ് അവിടെ ആജ്ഞയിടും. ആൻഡ് ഇതിനുശേഷം ആ പാർട്ടിയിലുണ്ടായിരുന്ന എല്ലാവരും ഈ പേര് വിളിച്ചിട്ട് അലറാൻ തുടങ്ങും. അതായത് ജയ് വിളിക്കില്ല, അതുപോലെ വൈറ്റ് ഫീനിക്സ് ജനറൽ ഗ്രിഫിത്ത് എന്ന് വിളിച്ചിട്ട് അലറിക്കൊണ്ടിരിക്കാൻ തുടങ്ങും. ആദ്യമായിട്ടായിരിക്കും വൈറ്റ് ഹോക്സിന് ഇങ്ങനെ ഒരു വലിയ അംഗീകാരം കിട്ടുന്നത്. ആൻഡ് ഇതിനുശേഷം എല്ലാവരുടെ രാജാവ് വൈന് ചിയേഴ്സ് എന്ന് പറയും. ആൻഡ് വൈന് ചിയേഴ്സ് ചെയ്യുന്നതടക്കമായിരിക്കും ഗ്രിഫിത്തിന്റെ വൈനിലായിരിക്കും ഈ മന്ത്രിമാരെല്ലാവരും കൂടി പോയിസൺ ഇട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഈ വൈൻ കുടിച്ചതിന് ശേഷം ഗ്രിഫിത്ത് നേരെ താഴത്തോട്ട് വീഴും, തറയിലോട്ട് വീഴും. ആൻഡ് ഗ്രിഫിത്തിനെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ അവിടെ ഡോക്ടർ വരും. ആൻഡ് ഡോക്ടർ വന്നിട്ട് ഗ്രിഫിത്ത് മരിച്ചു എന്ന് സ്ഥിരീകരിക്കും. സത്യം പറയാലോ, 2ാം വട്ടം വായിക്കുമ്പോൾ ഇവിടെ തന്നെ ചത്തിയിരുന്നെങ്കിൽ എന്നൊരു തോന്നലൊക്കെ ഉണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വരുന്നത് കാസ്കയാണ്. കാസ്ക ഗ്രിഫിത്തിന്റെ ബോഡി ആയിട്ട് ഒരുപാട് അലറി കരയാൻ തുടങ്ങും. ആൻഡ് ഇതിനുശേഷം നമുക്ക് കാണിക്കുന്നത് ഗ്രിഫിത്തിന്റെ വൈനിൽ പോയിസൺ കലർത്തിയവനാണ്. അവൻ ആ പാർട്ടി വിട്ടിട്ട് അവിടുന്ന് ഓടിപ്പോകാൻ നോക്കുകയായിരിക്കും, മിഡ്ലാൻഡിനെ വിട്ടിട്ട്. ആൻഡ് അവൻ ഓടിപ്പോയിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് തന്നെ അവന്റെ മുന്നിൽ ഗഡ്സ് പ്രത്യക്ഷപ്പെടുക. ഗഡ്സ് വന്ന പാടെ തന്നെ അവനെ 2 കഷ്ണമാക്കി വെട്ടിക്കളയും. ആൻഡ് ഇതിനുശേഷം നമുക്ക് കാണിക്കുന്നത് മിനിസ്റ്റേഴ്സിനെയും റാണിയാണ്. അവരെല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരിക്കും, കാരണം അവരുടെ പ്ലാൻ വർക്കൗട്ട് ആയെന്ന് ആലോചിച്ചിട്ട് ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കും. ആൻഡ് പെട്ടെന്ന് തന്നെ ആ റൂമിൽ തീ ആളിപ്പടരാൻ തുടങ്ങും. ആൻഡ് തീ ആളിപ്പടരാൻ തുടങ്ങിയപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങും. ആൻഡ് വാതിൽ തുറക്കാൻ തുറക്കുമ്പോൾ വാതിൽ ആരോ പുറത്തുനിന്ന് കുറ്റിയിട്ടുണ്ടാവും. ഇതിനുശേഷം റാണി അവിടെ ഉണ്ടായിരുന്ന ജനാല് വഴി പുറത്തോട്ട് പോകാൻ നോക്കുമ്പോഴായിരിക്കും, ജനാലയുടെ പുറത്ത് അപ്പുറം നോക്കുമ്പോഴായിരിക്കും അവിടെ ഗ്രിഫിത്ത് നിൽക്കുന്നത്. ഗ്രിഫിത്തിനെ കണ്ടപ്പോൾ റാണി ആകെ ഷോക്കായി നിന്ന് പോകും. നീ എങ്ങനെ ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, നിന്നെ ഞാൻ കൊന്നതല്ലേ, നിന്റെ മരണം ഡോക്ടർ വരെ സ്ഥിരീകരിച്ചല്ലെന്ന് പറയും. അപ്പോൾ ഗ്രിഫിത്ത് പറയും നിങ്ങൾ എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇട്ട പ്ലാനല്ല എനിക്കറിയാം. ആൻഡ് അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം ഒരു ഡ്രിങ്ക് കഴിച്ചിട്ടുണ്ടായിരുന്നു. ആ ഡ്രിങ്ക് കാരണമാണ് എൻ്റെ ബോഡി പാരലൈസ് ആയതും ആ വിഷം എനിക്ക് ഏൽക്കാഞ്ഞതും. എൻ്റെ പാരലൈസ് ആയതുകൊണ്ട് തന്നെ ആ ഡോക്ടർ ഞാൻ മരിച്ചെന്ന് വിശ്വസിച്ചു. ആൻഡ് ഇതിനുശേഷം റാണി പറയും എന്നെ കൊന്നിട്ട് എനിക്ക് നിനക്കൂടെ മനസ്സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റും നിനക്ക് തോന്നുന്നുണ്ടോന്ന് ചോദിക്കും. അപ്പോൾ ഗ്രിഫിത്ത് പറയും ഇവിടെ ഒരു വലിയ വാറാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ വാറിൽ നോർമൽ മനുഷ്യന്മാരെന്നില്ല, നോബിൾസ് എന്നില്ല, രാജാക്കന്മാരെന്നില്ല, മരിക്കേണ്ടവരെല്ലാവരും മരിച്ചു തന്നെ വീഴുമെന്ന് പറയും. ആൻഡ് ഇതിനുശേഷം ആ മൊത്തം റൂമും ആളി കത്തിയിട്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും മരിക്കാൻ തുടങ്ങും. ആൻഡ് ഗ്രിഫിത്ത് അവിടെ നടന്നു തുടങ്ങാൻ തുടങ്ങും. നടന്നു ചെല്ലുന്നത് നേരെ മന്ത്രിയായിട്ടുള്ള ഫോസിന്റെ അടുത്തോട്ടായിരിക്കും. ഫോസ് പറയും നീ പറഞ്ഞതൊക്കെ ഞാൻ ചെയ്തില്ല, ഇനിയെങ്കിലും എൻ്റെ മകളെ വെറുതെ വിടുന്ന് പറയും. ആൻഡ് ഇപ്പോഴാണ് നമുക്ക് കാര്യം മനസ്സിലാവുക ഇതെല്ലാം ഗ്രിഫിത്തിന്റെ പ്ലാൻ ആയിരുന്നു എന്ന്. ഗ്രിഫിത്തിനെതിരെ ആരൊക്കെയാണോ കൊട്ടാരത്തിലുള്ളത് അവരെല്ലാം കൊന്നു കളയേണ്ടത് ഗ്രിഫിത്തിന്റെ പ്ലാൻ ആയിരുന്നു. ആൻഡ് ഇതിനുശേഷം ഗ്രിഫിത്ത് പറയും ഇനി നമ്മൾ ഫ്രണ്ട്സാണ്, നമ്മൾ തമ്മിൽ ഇനി ഒരു ഗ്രഡ്ജും വേണ്ട, അതുകൊണ്ട് തന്നെ നിന്നെ മോളെ ഞാൻ തിരിച്ചു തരാമെന്ന് പറയും. ആൻഡ് ഇതിനുശേഷം മന്ത്രി ചോദിക്കും നിനക്ക് എങ്ങനെയാണ് ഞാൻ നിന്നെ കൊല്ലാൻ പോകുന്നുള്ള പ്ലാൻ ഇടുന്നത് എനിക്ക് എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിക്കും. അപ്പോൾ ഗ്രിഫിത്ത് പറയും ഞാൻ ലാസ്റ്റ് ടൈം നിന്റെ അടുത്ത് സംസാരിക്കുമ്പോൾ യുദ്ധത്തിന് പോകുന്നതിന് മുന്നേ നീ സംസാരിക്കുമ്പോൾ ഞാൻ നിന്റെ കണ്ണ് കണ്ടിട്ടുണ്ടായിരുന്നു, കണ്ണ് ഞാൻ സൂക്ഷിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും ഞാൻ നോട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ആ കണ്ണ് എനിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിനക്കൊന്നും എനിക്ക് ഞാൻ അവിടെ ഉള്ളത് തീരെ ഇഷ്ടമല്ല, നീയൊക്കെ ഇവിടെ എന്നെ കൊല്ലാൻ പോകുന്നുള്ള കാര്യം എനിക്ക് ആ കണ്ണ് പറഞ്ഞെന്ന് പറയും. ആൻഡ് ഇതിനുശേഷം ഗ്രിഫിത്ത് ആ മോളെ, അതായത് മന്ത്രിയുടെ മോളെ അയാളുടെ അടുത്ത് തന്നെ പറഞ്ഞായിരിക്കും. ഇവളെ കിഡ്നാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രിഫിത്ത് 4 സ്ട്രേഞ്ചേഴ്സിനായിരിക്കും പണം കൊടുത്തിട്ടുണ്ടാവുക. ആൻഡ് ഈ 4 സ്ട്രേഞ്ചേഴ്സിന് പണം കൊടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഗ്രിഫിത്തിന്റെ ടീമിലുള്ള ആരുടെയെങ്കിലും ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യും, പക്ഷേ ഇത് സ്പ്രെഡ് ആവാൻ ചാൻസ് ഉണ്ട്. ഗ്രിഫിത്തിന് ഇതൊന്നും ആരും അറിയരുന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. ആൻഡ് അതുകൊണ്ട് തന്നെ 4 സ്ട്രേഞ്ചേഴ്സിന് പണം കൊടുത്തിട്ട് ഈ പെണ്ണിനെ കിഡ്നാപ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടാവും. ബട്ട് ഈ സ്ട്രേഞ്ചേഴ്സ് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും ഇപ്പോൾ നമുക്ക് മാത്രമല്ല ഇത് അറിയുള്ളൂ, അതുകൊണ്ട് തന്നെ നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് ഗ്രിഫിത്തിനെ ബ്ലാക്ക് മെയിൽ ചെയ്യാം. ആൻഡ് ഗ്രിഫിൻ്റെ അടുത്ത് ഒരുപാട് പൈസ മേടിക്കാന്നെല്ലാം പറഞ്ഞിട്ട് വരാൻ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും പെട്ടെന്നൊരു വാള് വരിക. അവർ 4 പേരുടെയും തല താഴത്തോട്ട് വീഴുക. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗഡ്സ് അങ്ങോട്ട് വരും. ഗഡ്സ് അങ്ങോട്ട് വന്നിട്ട് ഇവരെ 4 പേരെയും കൊന്നു കളയും. ഗ്രിഫിത്തിന് വേണ്ടത് ഇപ്പോൾ മന്ത്രി, ഗ്രിഫിത്ത്, ഗഡ്സ്
ഈ 3 പേർക്കല്ലാണ്ട് ഇതൊന്നും വേറെ ആർക്കും അറിയരുത്. അതുകൊണ്ടാണ് ആ വിഷം കൊടുത്ത ആളെയും ഗഡ്സിനെ പറഞ്ഞയച്ച് കൊന്നുണ്ടാവുക. ആൻഡ് ഇവരെല്ലാം കൊന്നതിന് ശേഷം ഗഡ്സും ഗ്രിഫിത്തും കൂടി അവിടുന്ന് വീണ്ടും പാലസിലോട്ട് നടക്കും. ആൻഡ് ഇവർ തിരിച്ച് പാലസിലോട്ട് പോകുമ്പോൾ ഗ്രിഫിത്ത് ഗഡ്സിനോട് ചോദിക്കും, ഞാൻ നിന്നെ വെച്ചിട്ട് ഒരുപാട് പേരെ കൊല്ലിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നിനക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഞാനൊരു നല്ലവനല്ലാന്ന്? ആൻഡ് ഇത് കേട്ടിട്ട് ഗ്രിഫിത്ത് ഒന്നും ആലോചിക്കുന്നിട്ട് പറയും, ഇല്ല, നിനക്കൊരു ഡ്രീം ഉണ്ട്, ആ ഡ്രീം ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നീ എല്ലാതും ചെയ്യുന്നത്, അതുകൊണ്ട് അതിൽ തെറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും പാലസിലോട്ട് തിരിച്ചു നടക്കും. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ഇനി അടുത്ത് വരാൻ പോകുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത് ഗ്രിഫിത്തും ഗഡ്സും തമ്മിലുള്ള റീമാച്ച് ആണ്. അതുപോലെ തന്നെ ഗ്രിഫിത്തിനെ ഇനി ടോർച്ചർ ചെയ്യാൻ പോകുന്ന പാലസിലെ കിങ് എല്ലാം ടോർച്ചർ ചെയ്യാൻ പോകുന്ന അടുത്ത ചാപ്റ്റേഴ്സിലാണ്. അതെല്ലാം അടുത്ത പാർട്ടിൽ അപ്ലോഡ് ചെയ്യാം. ആൻഡ് ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തൊരു വീഡിയോ വയലൻസ് കാരണം എന്ത് കാരണം എന്നറിയില്ല, അത് ചാനലിൽ നിന്ന് റിമൂവ് ആയിട്ടുണ്ട് ബെർസെർക്കിന്റെ. ആൻഡ് അതിനിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നൊരു ഐഡിയ ഇല്ല. ഞാനിത് പിന്നെ അപ്ലോഡ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞിട്ടില്ല, ഒരു ക്വാളിറ്റി ഓഡിയൻസ് എപ്പോഴും ബെർസെർക്കിനുണ്ട്, അവരെപ്പോഴും വന്നിട്ട് എന്നോട് ചോദിക്കാറുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഇത് അപ്ലോഡ് ചെയ്യുന്നത്. സോ നിങ്ങൾ പരമാവധി ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിൽ ആരെങ്കിലും ഇത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് പാട്ട് വന്നോട്ട് അയച്ചു കൊടുക്കുക, പ്ലേലിസ്റ്റ് അയച്ചു കൊടുക്കുക. അങ്ങനെ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യാൻ നോക്കുക. സോ അത്രയുള്ള വീഡിയോ ഗൈസ്, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.